ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. എന്തൊക്കെയാ നടക്കുന്നത്? ചേച്ചി എവിടെ പോയതായിരിക്കും? അച്ഛൻ ഉമ്മ തന്നില്ലേ? ഇനി പടുക്കം മാറ്റിക്കൂടെ അമ്മ? ഇത് ചേച്ചിയല്ല, ഉറപ്പാ. എന്തോ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ മണ്ടനായിരുന്നു, പക്ഷെ ഇനി ഞാൻ മണ്ടനാവില്ല. എന്താ മോളെ? അല്ല, അവിടെ കിടന്നപ്പോഴേ അമ്മയെ സ്വപ്നം കണ്ടു. അപ്പോ അമ്മയെ കാണണമെന്ന് തോന്നി. ആണോ? എന്ത് സ്വപ്നാ കണ്ടത്? ഇതിപ്പോ സ്വപ്നം പോലെയാ എനിക്ക് തോന്നുന്നത്. സ്വപ്നം എന്താന്ന് വെച്ചാലേ, ഇവിടെ നമ്മളെ അമ്മയൊക്കെ കാണാനേ ജീവസാർ വരുന്നു എന്നൊക്കെ. എന്താ അമ്മേ? നീ ഇത് എന്തൊക്കെയാ സ്വപ്നം കാണുന്നേ? സ്വപ്നം കാണുന്നത് എന്റെ കുറ്റമാണോ? അതല്ല, ജീവസാർ ഇവിടെ വരുന്നത് നല്ല കാര്യമല്ലേ? ഈ ചേട്ടനെ കൊണ്ടൊന്ന് ജീവസാറിനെ വെറുപ്പിക്കും. മോള് ചെല്ലേ, ചെന്ന് കിടന്നുറങ്ങ്. ഞാനിന്ന് ഇവിടെ കിടക്കാമേ? വേണ്ട, അപ്പൂന്റെ അടുത്ത് കിടന്നിട്ട് രാത്രി ഇങ്ങി വന്നു എന്നറിഞ്ഞാല്. ചെല്ല, മോള് ചെന്ന് അവിടെ കിടക്ക. ശരിയമ്മ. മോളെ. എന്താ അമ്മ? അല്ല, അത് മോള് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു? പെണക്കാണെങ്കിലും അതൊക്കെ അറിയണം. എന്നെ കാണാനേ ജീവസാറ് ഇവിടെ വന്നു. ഇവിടെ ഈ വീട്ടിലോ? ആ, ഈ വീട്ടില്. ഈ വീട്ടിലാണെന്ന് എങ്ങനെ അറിഞ്ഞു? സ്വപ്നല്ലേ അമ്മ? സ്വപ്നത്തിൽ എന്താ നടക്കാത്തത്? ശരി, എന്നിട്ട്? എനിക്ക് ടെൻഷനായിരുന്നു. സാറിനോട് അമ്മ ദേഷ്യം കാണിക്കുമെന്നൊക്കെ. സാറിന്റെ കാര്യം പറയുമ്പോഴൊക്കെ അമ്മയ്ക്ക് ദേഷ്യമാണല്ലോ. അങ്ങനെയാ ഞാൻ സംശയിച്ചത്. പക്ഷെ സാർ വന്നു. സാറിനെ കണ്ടതോടെ അമ്മയുടെ ദേഷ്യമൊക്കെ മാറി.
തമാശയൊക്കെ കേട്ട് അമ്മ ഒരുപാട് ചിരിച്ചു. അമ്മയ്ക്ക് നല്ല സന്തോഷമായി. ആ മതി. അല്ല, അമ്മ ചോദിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. മോള് ചെന്ന് കിടക്ക. ശരിയമ്മ. അതേറ്റു. ഭാഗ്യം. ഞാൻ എണീറ്റത് ഏതായാലും അപ്പ അറിഞ്ഞില്ല. അറിയിക്കുന്നുണ്ട്. നേരെ ഒന്ന് വെളുത്തോട്ടെ. ഞാൻ അലമാരി മേശ കരിച്ചു ഇറക്കുന്നുണ്ട്. മോള് സ്വപ്നത്തിൽ കാണുന്ന പോലെ ഞാൻ ഒരു ദിവസം അങ്ങോട്ട് വന്ന എങ്ങനെയായിരിക്കും സ്വീകരിക്കുന്നത്? ആട്ടിയിറക്കോ അതോ ദേഷ്യമൊക്കെ മറക്കോ? സ്വപ്നത്തിൽ കൂടി പോലും എന്നെ മനസ്സിലേക്ക് കയറ്റുന്നില്ലല്ലേ? ഇന്ന് ഞാൻ സ്വപ്നത്തിലൂടെ വരും. ഇല്ല ഇല്ല, രാജു ചേച്ചി. എന്താ മോനെ? വീട്ടാവശ്യത്തിന് വേണ്ടിയായി വാങ്ങേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം.
നമുക്ക് വൈകിട്ട് പോയി വാങ്ങാം. നമ്മൾ വിളിച്ചു പറഞ്ഞു വരുത്തുകയല്ലേ ചെയ്യുന്നത്. അതല്ലേ എളുപ്പം. മോൻ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? ഇവിടെ കൊണ്ടുവരുന്ന കടയിൽ നിന്ന് തന്നെ വാങ്ങണം. പക്ഷേ നമുക്ക് ചെന്ന് വാങ്ങിക്കാം. അപ്പോ സാധനങ്ങളെ കുറിച്ച് അറിയാൻ പറ്റും, അതിന്റെ വില അറിയാൻ പറ്റും. ഇവിടെ ഒരു മാസം അരി എത്രയാ വാങ്ങുന്നേ? എത്ര രൂപയുടെ അരിയാ വാങ്ങുന്നേ? അപ്പുമോന് എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. അടുത്ത മാസം ഞാനാ വീട്ടുകാര്യങ്ങൾ നോക്കുന്നേ. അപ്പോ എനിക്കെല്ലാം അറിയാം. ഓരോന്നും എത്ര രൂപയ്ക്ക് വാങ്ങുന്നു, എത്ര രൂപ ചെലവാവുന്നു, അതൊക്കെ. അപ്പ ചേച്ചി ഒരു ലിസ്റ്റ് എഴുതി വെക്കണം കേട്ടോ. നമുക്ക് കടയിൽ പോവാം. അപ്പോ അപ്പുമോന്റെ ഭരണമാണല്ലേ? ഭരണമൊന്നുമല്ല, എനിക്ക് പഠിക്കാൻ വേണ്ടി. വീട്ടുകാരി നോക്കുന്നതിനിടയിലേ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ചേച്ചിയുടെ കാര്യം, ആ ചരടു ഏലസും. അതൊന്നും വേണ്ട ചേച്ചി. അയ്യോ മോനെ, അത് രാജു ചേച്ചി പ്ലീസ്. ഇനി ഇവിടെ ഓരോന്നൊന്നും പറയണ്ട. ചേച്ചിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എനിക്കറിയാം എങ്ങനെ ചെയ്യണോന്നും എന്ത് ചെയ്യണോന്നും. ആ ദാ ഇപ്പൊ തന്നെ സാധാരണ ഈ സമയമാവുമ്പോ ദിയമോള് ചെയ്യുന്നത് അടുക്കള ജോലി, പത്രവായന, ചെടികൾ നടല്, ഇങ്ങനെയൊക്കെയല്ലേ. പക്ഷെ ഇപ്പോഴോ ഒളിച്ചും പാത്തും ഒറ്റയ്ക്ക് അല്ലേ? ദാ ഇപ്പൊ തന്നെ ആളെവിടെ? ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, അത് ഞാൻ നോക്കിക്കോളാം. എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. മോൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയല്ല ഞാൻ ചെയ്യാൻ പോണത്. ചേച്ചിയെ തിരിച്ചു കൊണ്ടുവരാനാ. ഞാനേ എന്റെ ചേച്ചിയെ തിരിച്ചു കൊണ്ടുവരും. ചേച്ചി, ഇത് ഞാൻ കൊണ്ട് പിടിക്കും. ആ ഹലോ ഹലോ, നമ്മള് പ്ലാൻ ചെയ്തതുപോലെ സ്വപ്നത്തിന്റെ കാര്യം ഞാൻ വർക്കൗട്ട് ആക്കി. എന്നിട്ട് അമ്മയ്ക്ക് പെട്ടെന്ന് ഷോക്കായി. പക്ഷെ സ്വപ്നം എന്താണെന്ന് അറിയാൻ താല്പര്യം കാണിച്ചു. ചേച്ചി, ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എത്രയും പെട്ടെന്ന് അവര് പരസ്പരം കാണിക്കണം. അവര് കണ്ടുകഴിഞ്ഞാ പിണക്കം പകുതി തീരും. പിന്നെ ഇന്നിവിടെ വന്നില്ലേ പുതിയ അച്ഛമ്മ? അച്ഛമ്മയല്ല, അമ്മൂമ്മ, തങ്ക അമ്മൂമ്മ. ആള് ഭയങ്കര സ്മാർട്ടാ. അച്ഛനെ അമ്മയെ ഒന്നിപ്പിക്കാൻ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? പിന്നെ ഒന്നിപ്പിച്ച ശേഷം പോലും നമ്മൾ പറയരുത് നമ്മൾ ആള് മാറി അപ്പുറം ഇപ്പുറം പോയ കാര്യം. ഏയ് അതില്ല. ആ പിന്നെ ഭൂനങ്കളിന് ചെറിയ സംശയമുണ്ട്. അങ്കിളിനെ ഞാനിന്ന് വരട്ടി നിർത്തിയിട്ടുണ്ട്. ആണോ? അതെങ്ങനെ? റൂമൊക്കെ പരിശോധിക്കാം. ഏറ്റവും നല്ല അവസര. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല.
ശരിയാക്കി തരാം. ഇവിടെ മൊത്തം അഴിച്ച് പെരക്കണം. ശിവസാറെ, എന്തെങ്കിലും സൂചന കാണിച്ചു തരണേ. എന്തെങ്കിലും തെളിവ് കിട്ടും. ചേച്ചിയുടെ ബാഗ് ഒന്ന് പരിശോധിച്ചാലോ? ഇങ്ങനൊരു ഫയല് ദിയ ചേച്ചിക്ക് ഇല്ലായിരുന്നല്ലോ. ചേച്ചിക്ക് ക്യാമ്പയിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റാ. റിയ ജീവ. ചേച്ചി എങ്ങനെ റിയായത്? റിയ ജീവ. ഇത് ജീവസാറിന്റെ മോളുടെ സർട്ടിഫിക്കറ്റ് ആണോ? റിയ എന്നാണല്ലോ പേര്. അങ്ങനെയാണെങ്കിൽ ചേച്ചിയുടെ ഫോട്ടോ എങ്ങനെ ഇങ്ങനെ വന്നു? കള്ളത്തര ഇപ്പൊ നടന്നേന്ന് തോന്നുന്നു. ഇതങ്ങനെ വിട്ടുകൊടുത്ത പറ്റില്ല.
ഇത് മാറ്റിവെക്കണം. അമ്മയോട് അച്ഛനോട് പറയാം. വേണ്ട, ഒക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് മതി. എല്ലാം കണ്ടുപിടിക്കണം. പ്രിയ ചേച്ചി, എന്താ അപ്പു? അപ്പു, നീ എന്താ വിളിച്ചേ? ദിയ ചേച്ചീന്. എന്താ ചേച്ചി? ദിയ ചേച്ചീനാണല്ലേ? ഓക്കെ ഓക്കെ. ചേച്ചി എന്താ വിചാരിച്ചേ? ഞാൻ എന്ത് വിളിച്ചോന്ന് തോന്നി? അല്ല, റിയ ചേച്ചീന്ന് വിളിച്ച പോലെ തോന്നി. അല്ല, അതിന് ചേച്ചിക്ക് എന്തിനാ ടെൻഷൻ? എനിക്കെന്ത് ടെൻഷൻ? നീ എന്റെ അപ്പു അല്ലേ? നിനക്കെന്നെ എന്ത് വേണേലും വിളിക്കാലോ. റിയ ചേച്ചിന്നോ ദിയ ചേച്ചിന്നോ എന്ത് വേണേലും വിളിക്കാം. ഭയങ്കര ബുദ്ധിമതി തന്നെ.